രാജ്യത്തിൻ്റെ പല നിർണായക തീരുമാനങ്ങൾ എടുക്കുന്നതിലും ഏറ്റവും പ്രധാനപ്പെട്ട രാജ്യസഭയിലേക്ക് രാജ്യസഭയിലെ 12 സീറ്റുകളിലേക്കുള്ള ഉപതെരഞ്ഞെടുപ്പ് നടക്കുവാൻ പോവുകയാണ്. സ്വാഭാവികമായും ഭരണഘടന അടക്കമുള്ള പല കാര്യങ്ങളിലും നിർണായക തീരുമാനമെടുക്കുന്നതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഇടമാണ് രാജ്യസഭ. അവിടെ നടക്കുവാൻ പോകുന്ന ഉപതെരഞ്ഞെടുപ്പിൽ ഏത് പാർട്ടികൾ ഏറ്റവും കൂടുതൽ സീറ്റുകൾ നേടുന്നു എന്നതിന് പ്രാധാന്യം ഏറെയാണ്. ഇതിൽ രാജ്യം ഭരിക്കുന്ന NDAയും ഒപ്പം രാജ്യത്തിന്റെ പ്രതിപക്ഷത്തിരിക്കുന്ന ഇന്ത്യ സഖ്യത്തിലെ പാർട്ടികളും നേടുന്ന സീറ്റുകളുടെ എണ്ണത്തിൽ വലിയ മാറ്റങ്ങൾ ഉണ്ടാകുവാനുള്ള സാധ്യതകൾ ഏറെയാണ്. രാജസ്ഥാനിൽ KC വേണുഗോപാൽ രാജിവെച്ചത് ഉൾപ്പെടെ വിവിധ സംസ്ഥാനങ്ങളിലെ 12 രാജ്യസഭാ സീറ്റുകളിലേക്ക് ഉപതെരഞ്ഞെടുപ്പ് സെപ്റ്റംബർ 3 നടക്കുവാൻ പോവുകയാണ്. മഹാരാഷ്ട്ര, അസം, ബീഹാർ എന്നിവിടങ്ങളിൽ നിന്നും 2 വീതവും ഹരിയാന, മധ്യപ്രദേശ്, ത്രിപുര, തെലങ്കാന, രാജസ്ഥാൻ എന്നിവിടങ്ങളിൽ നിന്ന് 1 വീതവും ഒഴിവുകളിലേക്കാണ് ഉപതെരഞ്ഞെടുപ്പ് നടക്കുവാൻ പോകുന്നത്. 10 അംഗങ്ങൾ ലോക്സഭയിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ടതിനാലും 2 അംഗങ്ങൾ മറ്റു കാരണങ്ങളാൽ രാജിവെച്ചതിനാലും ഉണ്ടായ ഒഴിവിലേക്കാണ് ഇപ്പോൾ നടക്കുവാൻ പോകുന്ന ഉപതെരഞ്ഞെടുപ്പ് വരാൻ പോകുന്നത്. നിലവിൽ BJP 7 സീറ്റുകളിലും കോൺഗ്രസ് 2 സീറ്റുകളിലും RJD 1-ലും BJD 1-ലും ഭാരത രാഷ്ട്ര സമിതി 1 എന്നിങ്ങനെയാണ് സീറ്റ് നില ഉള്ളത്. 14-ന് വിജ്ഞാപനം പുറപ്പെടുവിക്കുകയും 21 വരെ പത്രിക സമർപ്പിക്കുവാനുള്ള തീയതിയും അവസാനം സെപ്റ്റംബർ 3-ന് 9 മുതൽ 4 വരെയാണ് വോട്ടെടുപ്പ്. അന്ന് തന്നെ ഫലവും പ്രഖ്യാപിക്കും. ഈ തെരഞ്ഞെടുപ്പിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിഷയം 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷം ഉന്നയിച്ച ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അത് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ആലപ്പുഴയിലെ സ്ഥാനാർത്ഥിയായി മത്സരിച്ച നിലവിൽ ആലപ്പുഴ MP ആയിരിക്കുന്ന KC വേണുഗോപാൽ രാജസ്ഥാനിലെ രാജ്യസഭാ അംഗമായിരുന്നത് ഉപേക്ഷിച്ചിട്ടാണ് ലോക്സഭയിലേക്ക് മത്സരിച്ചത് എന്നുള്ളതാണ്. രാജസ്ഥാനിൽ KC വേണുഗോപാൽ ഉപേക്ഷിച്ചു പോയ ആ സീറ്റ് ഇപ്പോൾ നഷ്ടപ്പെടുമെന്ന ഭയമാണ് കോൺഗ്രസിനുള്ളത്. കോൺഗ്രസിനെ കാര്യമായ രീതിയിൽ അത് ഭയപ്പെടുത്തുന്നുമുണ്ട്. ആ കണക്കുകൂട്ടൽ തന്നെയാണ് കോൺഗ്രസിന് ഉള്ളത്. എന്നാൽ കോൺഗ്രസിനെ സംബന്ധിച്ച് ഒരു വലിയ ആശ്വാസം 2024 5 സംസ്ഥാനങ്ങളിലായി നടന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ വമ്പൻ വിജയം നേടിക്കൊടുത്ത തെലങ്കാനയിലൂടെ രാജസ്ഥാനിൽ നഷ്ടപ്പെട്ടു പോയ സീറ്റ് തിരിച്ചുപിടിക്കുവാനാകും എന്നുള്ളതാണ്. BJPക്ക് കാര്യമായ മുൻതൂക്കമുള്ള സംസ്ഥാനമായ മഹാരാഷ്ട്ര, ഹരിയാന എന്നിവിടങ്ങളിൽ പ്രതിപക്ഷ പാർട്ടികൾക്ക് വലിയ പ്രതീക്ഷയാണുള്ളത്. അസമിലെ 2 സീറ്റുകളും ബീഹാർ, മധ്യപ്രദേശ്, ത്രിപുര എന്നിവിടങ്ങളിലെ ഓരോ സീറ്റും നിലനിർത്താൻ BJPക്ക് കഴിയും. BJPയെ സംബന്ധിച്ച് രാജസ്ഥാനിൽ കോൺഗ്രസിലെ KC വേണുഗോപാൽ ലോക്സഭയിലേക്ക് ജയിച്ചതിനെ തുടർന്ന് ഒഴിവ് വന്ന സീറ്റും ഒഡീഷയിൽ BJD അംഗം BJPയിൽ ചേർന്നതിനെ തുടർന്ന് ഒഴിവ് വന്ന സീറ്റും ജയിക്കുവാൻ വേണ്ട അംഗബലം അതാത് നിയമസഭകളിൽ BJPക്ക് ഉണ്ട് എന്നുള്ളതാണ്. ഹരിയാനയിലെ സ്ഥിതിവിശേഷം കുറച്ച് വ്യത്യസ്തമാണ്. 90 അംഗ നിയമസഭയിൽ 87 അംഗങ്ങളാണ് നിലവിലുള്ളത്. NDAക്ക് 43 അംഗങ്ങളുള്ളപ്പോൾ 3 സ്വതന്ത്രർ ഉൾപ്പെടെ കോൺഗ്രസ് JJP സഖ്യത്തിന് 42 അംഗങ്ങളാണ് ഉള്ളത്. ഒരു സ്വതന്ത്ര അംഗവും INLD അംഗവും ആരെയും പിന്തുണയ്ക്കുന്നില്ല എന്നുള്ളതാണ് ഇതിൽ ഏറ്റവും പ്രധാനം. അവരുടെ തീരുമാനം വളരെ നിർണായകമായിരിക്കും. JJPയിലെ 2 MLAമാർ BJP പിന്തുണയ്ക്കുന്നു എന്നത് കോൺഗ്രസ് പ്രതീക്ഷകൾക്ക് വലിയ മങ്ങലേൽപ്പിക്കുന്നുണ്ട്. 2 ഒഴിവുകളുള്ള മഹാരാഷ്ട്രയിൽ NCP അജിത് പവാർ വിഭാഗത്തിന്റെയും ശിവസേന ഏക്നാഥ് വിഭാഗത്തിന്റെയും നിലപാട് NDAക്ക് നിർണായകമാകും. ക്യാബിനറ്റ് പദവികൾ കിട്ടാത്തതിനാൽ ഇരു പാർട്ടികളും നീരസത്തിലാണ്. തെലങ്കാനയിലെ കോൺഗ്രസിന്റെ അംഗബലം വർദ്ധിച്ചതിനെ തുടർന്ന് തെലങ്കാനയിൽ ഒഴിവ് വന്ന സീറ്റ് കോൺഗ്രസിനാണ് ലഭിക്കുക. അങ്ങനെ ആകെ കോൺഗ്രസിന് ആശ്വസിക്കുവാൻ കഴിയുന്നത് മഹാരാഷ്ട്രയിലും ഹരിയാനയിലുമാണ്. കോൺഗ്രസിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട നേതാവ് KC വേണുഗോപാൽ ഉപേക്ഷിച്ചു പോയ രാജസ്ഥാൻ സീറ്റ് BJP പിടിക്കുവാനുള്ള സാധ്യത വളരെ ഏറെയാണ്.